എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് കുറേ നാളൊക്കെ ഇത് കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ അവിടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ് ട്ടോ. ഞാനപ്പോൾ 1 കിലോ പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു നോർമൽ പുളിയുള്ള മാങ്ങയാണ് ട്ടോ. ഒരുപാട് പുളിയൊന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ദാ ഇതുപോലെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ദാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാങ്ങയെല്ലാം ഞാൻ ദാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടില്ലേ ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാത്തിനും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇടയ്ക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം എല്ലാം വറ്റി. അതുപോലെ തന്നെ ഈ മാങ്ങയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അതെല്ലാം വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ ഇതിപ്പോൾ ഒന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ കാരമൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങ കുറച്ചധികം പുളിയുള്ളതാണെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തോളൂ. ഇതിപ്പോൾ നോർമൽ പുളിയായതിൻ്റെ പേരിൽ ഞാനിപ്പോൾ 1 കപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ ഷുഗർ എല്ലാം നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ദേ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് ഇതിൻ്റെ കളറെല്ലാം നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഈ സമയത്ത് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. കാരണം ഒരുപാട് നമ്മളിത് ഡാർക്ക് കളറാക്കിയിട്ട് എടുക്കരുത്. അതിന് മുൻപേ തന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് നമുക്ക് വീഡിയോയിൽ റെക്കോർഡ് ആയില്ല. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ പീസ് പട്ട ഒരു 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാത്തിനും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ മാംഗോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാത്തിനും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നന്നായിട്ട് തിക്കായിട്ട് വരും. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാത്തിനും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം.
ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ പാനിൽ നിന്നൊക്കെ കണ്ടോ അങ്ങനെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനിയും ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടൊക്കെ വരും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ചൂട് പോകാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂട് പോയതിന് ശേഷം ഞാൻ ദേ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ തണുത്ത് വന്നപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തിക്കായിട്ടൊക്കെ വന്നു. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നല്ലോ. ഇനി നമുക്കൊരു ഗ്ലാസ് ജാറിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ പേരിൽ മാത്രം ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. കണ്ടോ ഇതുപോലെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു പുളിപ്പും മധുരവും എരിവും ഉപ്പും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ദാ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ഇല്ലാന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടെ, ബിരിയാണിയുടെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷ് ആയിട്ടൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതല്ല ഇനി ഇത് തനിയെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്